ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ്. ഇതിനായി 1 കിലോ ബസ്മതി റൈസ് എടുത്ത് നന്നായി ഒന്ന് കഴുകി കുതിർക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. ഇതിനായി 1 കിലോ മീഡിയം സൈസിലുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് സവാള, ചപ്പ്, അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 2 മാഗി ക്യൂബ് കൂടി ഇതിലേക്ക് ഒന്ന് കൈവച്ച് നന്നായി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് കൈവച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മന്തി മസാലയും 1/2 കപ്പ് സൺഫ്ലവറും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം കൈവച്ച് നന്നായി ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഇത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. ഇതിപ്പോൾ മസാല എല്ലാം നന്നായി ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായി വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ അരി നന്നായി ഒന്ന് വെന്തിട്ടുണ്ട്. ഇതൊരു 1/4 ഭാഗം വെന്ത അരിയാണ്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിൻ്റെ മുകളിലായി ഒന്ന് ഇതുപോലെ ഒന്ന് വിതറി ഒന്ന് ഇട്ട് കൊടുക്കാം. ചോറ് ഇതുപോലെ ഒന്ന് നിരത്തിയ ശേഷം ഇതിലേക്ക് റെഡ് ഫുഡ് കളറും യെല്ലോ ഫുഡ് കളറും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഭംഗിക്കായി കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് 2 പച്ചമുളക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഇനി ഒരു ചാർക്കോൾ എടുത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ച ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ചോറിന് മുകളിലായി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് അരമണിക്കൂർ സിമ്മിലിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.